ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു 7-day സ്കിൻ കെയർ ചലഞ്ചുമായിട്ടാണ് കേട്ടോ. നിങ്ങൾക്കറിയാം, എൻ്റെ പണ്ടത്തെ ഒരു വീഡിയോ ഉണ്ട്, ഭയങ്കര വൈറലായിട്ടുള്ള ഒരു വീഡിയോ. അതിൽ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ സ്കിൻ കെയർ ചലഞ്ച് ചെയ്യുന്നത്. 7 ദിവസത്തെ സ്കിൻ കെയർ ചലഞ്ചിൽ ഞാൻ ഡേ 1 മുതൽ ഡേ 7 വരെയുള്ള ക്ലിപ്പിങ്സ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഡേ മുതൽ 7th ഡേ ആകുമ്പോഴേക്കുള്ള ചേഞ്ചസ്, ആ സ്കിന്നിലുള്ള ട്രാൻസ്ഫോർമേഷൻ കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു സ്കിൻ കെയർ ചലഞ്ച് അല്ലെങ്കിൽ നമുക്കൊരു ഹെയർ കെയർ ചലഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി മുടി നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യാനും, അതേപോലെ തന്നെ സ്കിന്നിലുള്ള ഈവൻ പിഗ്മെൻറ്റേഷൻ വരെ മാറ്റി മുടി നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോയിങ് സ്കിന്നാക്കി നല്ല ഗ്ലാസ് സ്കിൻ പോലെ ആക്കി തരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്കിൻ കെയർ ചലഞ്ചാണ്. അതായത് 7th ഡേ ചലഞ്ച് എടുത്തതിന് ശേഷം എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ബേസിസിൽ ഇത് കൊണ്ടുപോകട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, കഞ്ഞി വെള്ളമാണ്. അതായത് നമ്മൾ തലേ ദിവസം നമ്മൾ അരി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ അതിൽ ചേർത്തിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്യാം. ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അരി ഒന്ന് വീർത്ത് അതിലുള്ള സത്തൊക്കെ ആ വെള്ളത്തേക്ക് ഇറങ്ങും. അപ്പം നമുക്ക് ആ ബോയിൽഡ് കഞ്ഞിവെള്ളം കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അത് നമ്മൾ എന്ത് ചെയ്യണം, അന്ന് യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ അടച്ച് വെച്ച് പിറ്റേ ദിവസം ആകുമ്പോഴാണ് ഒരു ഫെർമെൻറ്റഡ് റൈസ് വാട്ടർ ആയിട്ട് അത് മാറും. പുളിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ പണ്ടേ ഞാൻ യൂസ് ചെയ്യുന്നതാണ് സ്കിന്നിനും ഹെയറിനും. എൻ്റെ വീട്ടിൽ അങ്ങനെ അധികം കഞ്ഞിവെള്ളം ഇരിക്കില്ല. പക്ഷെ എന്താ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഇതിങ്ങനെ പുളിച്ചതാവുമ്പോൾ നമ്മുടെ സ്കിന്നിന് നമുക്ക് അത്രയ്ക്കൊരു മെസ്സി ഫീലിംഗ് വരില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫെർമെൻറ്റഡ് റൈസ് വാട്ടറിന് പകരം നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു സാധനമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ആപ്സ് ഗുഡ്നസിൻ്റെ ഈ ഒരു ഫെർമെൻറ്റഡ് റൈസ് വാട്ടർ ആണ് കേട്ടോ. ഇതിപ്പോൾ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല കമൻസ് ഞാൻ കണ്ടതുകൊണ്ടാണ് നമ്മളിത് ട്രൈ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. 199 രൂപയാണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് കേട്ടോ. ഇപ്പം നമുക്ക് ലിങ്കൊക്കെ വേണമെങ്കിൽ ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പുറമെ ഇതിപ്പോൾ purple.com-ലും ഇത് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ഞാനിപ്പോൾ ഇത് എങ്ങനെയാണ് സ്കിന്നിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് നമ്മുടെ സ്കിന്നിലേക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആയിട്ടിരിക്കുന്നത് ആ സമയത്ത് നമ്മുടെ സ്കിന്നിലേക്ക് ഡയറക്റ്റ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർനൈറ്റ് അതേപോലെ തന്നെ ലീവ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഷ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൺവീനിയൻസിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ലീവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സാധനം നമുക്ക് ഹെയറിന് ഇതേപോലെ തന്നെ യൂസ് ചെയ്യാം. നമ്മൾ നന്നായിട്ട് മുടിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം, ഇപ്പോൾ ഷാമ്പൂ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്കാൽപ്പിലേക്ക് ഇത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ നമ്മൾ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന സാധനമാകുമ്പോൾ ഈ പുളിച്ചിട്ടുള്ള ആ മണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഈ സ്കിന്നിന് ഹെയറിന് യൂസ് ചെയ്യുന്ന ഈ സാധനത്തിന് ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇത് പാരബൺ ഫ്രീ, സിലിക്കൺ ഫ്രീ, സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ചലഞ്ചായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാലോ, കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹെൽത്തിനും നല്ല സാധനമാണ്. അതായത് നമ്മളിപ്പോൾ എന്ത് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നെങ്കിലും നമുക്കത് എഡിബിൾ ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 100% നാച്ചുറൽ ആയിട്ടൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ അതേ എഫക്റ്റും കാര്യങ്ങളും നമുക്കിത് തരുന്നതാണ് എനിക്കിപ്പോൾ എൻ്റെ ഒരു യൂസേജിൽ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീട്ടിലുണ്ടാക്കിയിട്ടൊരു മെസ്സി സംഭവങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ടൈം ഇല്ലാത്തൊരു പ്രശ്നമോ അല്ലെങ്കിൽ സ്മെല്ലിൻ്റെ ഇഷ്യൂ അങ്ങനെ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ 1 വീക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് റിസൾട്ട് പറയാം. ഈവൻ നിങ്ങൾ ഹെയറിനും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ലവ് യു ഓൾ. ബൈ.